ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ ഈശോയെ നമ്മുടെ ഇടയിലേക്ക് ആദരപൂർവ്വം നമുക്കിപ്പോൾ സ്വീകരിക്കാം. കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമുക്കായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. അവിടുത്തെ കണ്ട് അനുഗ്രഹീതരാകാൻ നമുക്ക് കഴിയട്ടെ. അവിടുത്തെ സ്നേഹം രുചിച്ച് അനുഗ്രഹീതരാകാൻ നമുക്ക് കഴിയട്ടെ. ഈ ആരാധനയിൽ നമ്മൾ ധ്യാനിക്കുന്നത്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, എന്നാൽ വളരെയേറെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളുണ്ട്. അതേ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു വചനഭാഗം എടുക്കാം. ഈ സന്ദേശം ഈ ആരാധനയിൽ നമ്മെ നയിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 21:34 മുതലുള്ള തിരുവചന ഭാഗം. ലൂക്ക 21:34 മുതലുള്ള തിരുവചന ഭാഗം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും. വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥനാ നിരതരായിരിക്കണം, സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് ചില അവസരങ്ങൾ, ഒരുപക്ഷെ വലിയ ദുഃഖ ദുരിത ക്ലേശങ്ങൾ നമ്മെ മഥിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം. യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായം 13 മുതലുള്ള വചനം വായിച്ചാൽ ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം തന്നെ, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ.
നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് നോക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും ഹൃദയത്തിലേറ്റി ഈശോയിലേക്ക് നോക്കാം. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, അതിലേക്കെല്ലാം സദാ നമ്മൾ നോക്കിയിരിക്കും. ഒരുപക്ഷെ രോഗാവസ്ഥയിലുള്ള നമ്മുടെ ഒരു ശരീരഭാഗത്തേക്ക് നിരന്തരം രാവും പകലും നോക്കിയിരിക്കും. അതിനു പകരം കർത്താവിലേക്ക് നോക്കാൻ, ദൈവത്തിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സ്വർഗത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഇനിയോട്ട് ഉണ്ടാകാനും പോകുന്നില്ല. ഈശോയിലേക്ക് നോക്കാനും അവിടുത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാനും നമ്മൾ പഠിച്ചാൽ ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തെ നമ്മൾ ആരാധിച്ച് ദൈവത്തോട് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ഗാനം നമ്മളിപ്പോൾ ആലപിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൽ നോവതിലും ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൽ നോവതിലും ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീര് മാറ്റുന്നോനെ ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീര് മാറ്റുന്നോനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗ്ഗദൂതർ വാഴ്ത്തിടുന്ന ദൈവ കുഞ്ഞാടേ, ഹല്ലേലൂയ പാടി ഞങ്ങൾ ആരാധിക്കുന്നു. സ്വർഗ്ഗദൂതർ വാഴ്ത്തിടുന്ന ദൈവ കുഞ്ഞാടേ, ഹല്ലേലൂയ പാടി ഞങ്ങൾ ആരാധിക്കുന്നു. മഹത്വത്തിൻ രാജാവിനെ ആരാധിക്കുന്നു, ആനന്ദത്താൽ ആർത്തുപാടി ആരാധിക്കുന്നു. മഹത്വത്തിൻ രാജാവിനെ ആരാധിക്കുന്നു, ആനന്ദത്താൽ ആർത്തുപാടി ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു
യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് അല്പസമയം സ്തുതിക്കാം, ആരാധിക്കാം. അവിടുത്തെ ശക്തി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്വരമുയർത്തി മനമുയർത്തി ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ. കർത്താവേ, ആ ശക്തി ഞങ്ങളിൽ സൗഖ്യമായി മാറട്ടെ, ആനന്ദമായി മാറട്ടെ, അഭിഷേകമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വസ്ഥമായി അല്പസമയം സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് തുടരാം. ഈശോ നമ്മോട് സംസാരിക്കും. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈശോ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരും. ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ സ്വരം കേൾക്കുക. അവിടുത്തെ സ്നേഹം രുചിച്ചറിയുക. അവിടുത്തെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഫലമേൽപ്പിക്കുക. ഒരുപക്ഷെ നമ്മൾ നേറുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. എന്താണ് പരിഹാരം? ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന. ബൈബിളിൽ പല വചനഭാഗങ്ങളും ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിലേതാനും ചിലത് ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്ന നല്ലതാണ്. യൂദിത്ത് 4-ാം അധ്യായം 9-ാമത്തെ വചനം. വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവജനം അവരെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവമുമ്പിൽ അവർ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. കഠിനമായ ഉപവാസം അനുഷ്ഠിച്ച് അവർ പ്രാർത്ഥിച്ചു. റിസൾട്ട് അത്ഭുതകരമായിരുന്നു. ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 1 രാജാക്കന്മാർ 21 27-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഹാബ് രാജാവ് മരണവക്കിലെത്തി നിൽക്കുന്നൊരു സംഭവം. അവൻ രാജകീയ വസ്ത്രം മാറ്റി എളിമപ്പെട്ടു കർത്താവിനോട് ഉപവസിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അവനെ രക്ഷിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരെ ദൈവം കൈവിടത്തില്ല. ഈശോയുടെ മുമ്പിൽ നമുക്ക് എളിമപ്പെടാം. സുസന്ന അനീതി സഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അവൾ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ദാനിയേൽ 13-ാം അധ്യായം 42 മുതലുള്ള വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവം അവളുടെ സഹായത്തിന് വരുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന തടസ്സപ്പെടാറുള്ളത് ജോലിഭാരം വർദ്ധിക്കുമ്പോഴാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിക്കുന്നത്
അധികം ജോലിയില്ലെങ്കിൽ അരമണിക്കൂർ, ഒരുപാട് ജോലിയുണ്ടെങ്കിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. ജോലിഭാരമുള്ളിടത്ത് നമുക്ക് വഴിതെറ്റാതിരിക്കാൻ, തളരാതിരിക്കാൻ ദൈവത്തിൻ്റെ കരുത്ത് ആവശ്യമാണ്, ദൈവകൃപ ആവശ്യമാണ്. കർത്താവേ, അവർ ദൈവിക ചിന്ത ഞങ്ങളെ ഭരിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ ലൂക്കാസ് സുവിശേഷം 21:34 മുതലുള്ള വചനങ്ങൾ കണ്ടു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഈ 3 കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം തകർക്കുന്ന കാര്യങ്ങളാണ്. സുഖലോലുപർക്ക് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. മദ്യാസക്തിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നവർക്ക് ഹൃദയമുരുകി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ജീവിത വ്യഗ്രത, സകല കാര്യത്തിലും ടെൻഷൻ അടിച്ച് കഴിയുന്നവര്, ആകുലപ്പെട്ട് കഴിയുന്നവര്, അവർക്ക് ദൈവാശ്രയത്വം ഉണ്ടാകില്ല. ഈ മേഖലകളെല്ലാം ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരാം. നമുക്ക് പറ്റിയ തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാം, തിരുത്താൻ തീരുമാനമെടുക്കാം, വിശുദ്ധീകരണത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കൃപയുടെ നിറവ് ഞങ്ങൾക്ക് നൽകണമേ, അതിലൂടെ ഞങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുതാപ ഗാനത്തിൽ നമുക്കിപ്പോൾ പങ്കുചേരാം. കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തിത്തരും. നിൻ മനമിളകാതെ, നിൻ മനം പതറാതെ, നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. എല്ലാവരും ഉരുകിയ മനസ്സോടെ നിൻ മനമിളകാതെ, നിൻ മനം പതറാതെ, നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. അല്പസമയം നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം കേട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവകരുണ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം രുചിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹൃദയത്തോട് ബന്ധപ്പെടേണ്ട സമയമാണിത്. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തോട് ഒരു ബന്ധം സ്ഥാപിക്കട്ടെ. നിങ്ങളുടെ ഹൃദയവികാരങ്ങൾ, വിചാരങ്ങൾ, ഹൃദയാഭിലാഷങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. നാം വളരെയേറെ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു മേഖലയാണ് പ്രലോഭനങ്ങൾ നാം നേരിടുമ്പോൾ ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം. വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്ക 22:46.
ലൂക്ക 22:46 പറഞ്ഞിരിക്കുകയാണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ സമയങ്ങളിലെല്ലാം ഉറങ്ങിപ്പോകുന്നവർ പ്രലോഭനങ്ങളിൽ അകപ്പെടും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നാണ് ദൈവം പറയുക. 1 കൊറിന്തോസ് 10-13 വചനം നമുക്ക് ധൈര്യം പകരുന്നൊരു വചനമാണ്. നിന്റെ ശക്തിക്കതീതമായി ഞാൻ ഒരിക്കലും നിന്നെ പരീക്ഷിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഇല്ല. നിന്റെ ശക്തിക്കതീതമായി. പലപ്പോഴും നാം പരാജയപ്പെടുന്നതിൻ്റെ കാരണം ആത്മീയ കരുത്ത് നമുക്ക് വേണ്ടതുപോലെ ഇല്ലാത്തതാണ്. പ്രാർത്ഥനയില്ലാത്തത്, പ്രാർത്ഥനയിലൂടെ ദൈവകൃപ നമ്മൾ ഏറ്റെടുക്കാത്തത്, അവിടെയൊക്കെയാണ് മാറ്റം വരുത്താൻ നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. നിശബ്ദതയിൽ കർത്താവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കുന്ന സമയമാണ്. യാക്കോസ്ലീഹ 5:13 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി, നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 107 19-20 വചനങ്ങളിൽ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് വചനമയച്ച് അവരെ സൗഖ്യമാക്കി. കഷ്ടതയിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോട് നിലവിളിച്ചപേക്ഷിക്കുക. പലപ്പോഴും ക്ലേശങ്ങൾ നമ്മെ മഥിക്കുമ്പോൾ നമ്മൾ വീണു പോകാറുണ്ട്. പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പേ വരുമ്പോൾ നമ്മൾ അവയ്ക്ക് കീഴ്പ്പെടാറുണ്ട്. അവയെ അതിജീവിക്കാൻ വിളി ലഭിച്ചവരാണ് നമ്മൾ. ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശുദ്ധ നമുക്ക് വലിയ ആത്മീയ പ്രചോദനം നൽകട്ടെ. വിശുദ്ധ ആഞ്ചല മെറീച്ചി. ഈ വിശുദ്ധ നമുക്കൊരു മാതൃകയായി മാറട്ടെ. അവരുടെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ ആഞ്ചല മെറീച്ചി വെറും 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പനും അമ്മയും നഷ്ടമായ ഒരു പെങ്കൊച്ചാണ്. 10 വയസ്സ് പ്രായമുള്ളപ്പോൾ അപ്പനും അമ്മയും അവൾക്ക് നഷ്ടപ്പെട്ടു. അടുത്ത 10 വർഷക്കാലം അമ്മാവൻ അങ്കിളാണ് നോക്കിയത്. 10 വർഷം കഴിഞ്ഞപ്പോൾ അങ്കിളും മരിച്ചു. വേണമെങ്കിൽ അവൾക്ക് പരാതി പരിഭവം പറയാമായിരുന്നു. എനിക്കൊരാശ്വാസമായിരുന്നവരെ എല്ലാം എന്തുകൊണ്ടാണ് ദൈവം കൊണ്ടുപോകുന്നത്. പക്ഷെ അവൾ പരാതിയോ പരിഭവമോ പറഞ്ഞില്ല. പ്രാർത്ഥനയിൽ അവൾ ശരണപ്പെട്ടു. ദൈവത്തിൽ അവൾ ആശ്രയിച്ചു. ഫ്രാൻസിസ് അസീസിയുടെ 3-ാം സഭയിൽ ചേർന്നു. പിന്നീട് നമ്മൾ കാണുകയാണ് ഉർസുലൈൻ സഭയ്ക്ക് രൂപം കൊടുത്ത ഒരു വ്യക്തി, ജന്മം കൊടുത്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ ആഞ്ചല മെറീച്ചി. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് യൗവന പ്രായത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് ആത്മീയ ക്രിസ്തീയ വിശ്വാസവും പരിശീലനവും നൽകേണ്ടതിന് അവൾ ആരംഭിച്ച തൻ്റെ വീട് തന്നെ ഒരു കോൺവെൻ്റാക്കി മാറ്റി. ഈ വ്യക്തിയുടെ ജീവിതം നമുക്ക് പ്രചോദനമായി മാറട്ടെ. നീ ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ സന്ദേശം. ഈ വിശുദ്ധ ഒരു തീർത്ഥാടനത്തിന് പോയി. പാതി വഴിയായപ്പോൾ അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, ഐസൈറ്റ് നഷ്ടമായി. നമുക്കങ്ങനെ സംഭവിച്ചാൽ നമ്മൾ പിന്നെ ഡോക്ടറെ കാണുന്ന കാര്യമായിരിക്കാം പെട്ടെന്ന് മനസ്സിൽ വരിക. ഈ കാഴ്ച നഷ്ടപ്പെട്ട് ജീവിതം എന്തു ദുരിത പൂരിതമാകും. അതുകൊണ്ട് തിരിച്ച് യാത്ര ചെയ്യാം എന്ന് നമ്മളാണ് ചിന്തിച്ചു പോയത്. അഞ്ചല ആ തീർത്ഥാടനം തുടർന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എവിടെ വെച്ച് അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടോ ആ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി അവൾ പ്രാർത്ഥിച്ചു. ആ സമയം അവൾക്ക് അത്ഭുതകരമായി കാഴ്ച തിരികെ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ, ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും എന്നത് ഈ വിശുദ്ധയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈശോയിലേക്ക് തിരിയാം.
ദിവ്യകാരുണ്യത്തിലേക്ക് തിരിയാം. നമ്മുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അവസ്ഥകളെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നിങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവനായ കർത്താവെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം കർത്താവെ, അങ്ങയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചവരാണ് ഇവരോരോരുത്തരും. ഹൃദയഭാരങ്ങൾ, മനസ്സിൻ്റെ വേദനകൾ അങ്ങയുടെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങയോട് വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഇവരെ അനുഗ്രഹിക്കണമേ, ഇവരെ ആശീർവദിക്കണമേ, ഇവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ. ഇവരുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഇവർക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. ഈശോയേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ ഇതാ നിന്റെ അമ്മ, ഇതാ ഇതാ നിന്റെ അമ്മ.